എന്തൊക്കെയാ മേടിക്കുന്നത്? ഉരുന്നോ? സുലോമയ്ക്ക് എന്തോ തിന്നാൻ മേടിച്ചോണ്ട് വരാൻ പറഞ്ഞേ? പക്സ്. എന്താ പക്സ്? നിങ്ങൾ പക്സ് കഴിച്ചിട്ടുണ്ടോ? പക്സ് ആരായിട്ട്? അപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ഫാമിൽ സഹായിക്കുന്ന എൻ്റെ കിടുവാ കേട്ടോ. അതുകൊണ്ട് ഇന്നത്തെ മുട്ടയുടെ പൈസ കൊടുത്ത് ഞങ്ങൾ പുത്തനുടുപ്പ് മേടിക്കാൻ പോവാ. അതുകൊണ്ട് ഇന്നത്തെ മുട്ടയുടെ പൈസ കൊടുത്ത് ഞങ്ങൾ ഇന്ന് സ്കൂളിൽ പോകാനുള്ള പുതിയ ഉടുപ്പ് മേടിക്കാൻ പോവാ. അല്ലേ കിടു? അതെ, ചെരുപ്പ്. സന്തോഷമായോ? നീ എണ്ണിയോ? ഇപ്പോഴാണോ എണ്ണുന്നേ? 11, 12. പതുക്കെ പൊട്ടത്തില്ല. 13, 18. മിണ്ടത്തില്ലേ? ഹാഷിറിന്റെ അക്ഷരം കേട്ടോണേ പറ. ഇതാണ് ഹാഷിറിന്റെ സ്പെല്ലിങ്. ഒന്നുകൂടെ. കറക്റ്റ്. നീ UKG ഇപ്പം എടുക്കാനായി. ഇനി നിനക്ക് UKG ഇപ്പം. എന്തോന്നു നിന്നു പോയത്? ആളോ? അവിടെ നോക്കി സുന്ദരനായെന്നോ? എനിക്കും കിടുവിന് ഒരേ കളർ ഇട്ടുകൊണ്ട് പോലെ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മളെ കൊച്ചു തൊടുപുഴയ്ക്ക് പോവാ കേട്ടോ. ഹലോ, നമ്മൾ എവിടെ പോവാ? നമ്മൾ തൊടുപുഴയ്ക്ക് പോവാം. നമ്മളെ കൊണ്ടുപോകാൻ ആൾ വന്നിട്ടുണ്ട്. ഈ സുന്ദരനെ കൊണ്ടുപോകാൻ ആൾ വന്നിട്ടുണ്ട്. കാറ് കിടക്കുന്ന കണ്ടോ? അങ്ങനെ ആ കാറിൽ അവൾ തൊടുപുഴയിലേക്ക് പോയി. അവർക്ക് ഇഷ്ടപ്പെട്ടു. എന്തോ ഒരു സൂചന കിട്ടി. വണ്ടി പോയി. പാത്തു അറിഞ്ഞ് മനസ്സിലായോ? എന്നാ പാത്തു വാവിനെ കൊണ്ടുപോയോ? പാത്തു ചാച്ചനെവിടെ? ചാച്ചൻ പാത്തു കുഞ്ഞാവ എവിടെ? കുഞ്ഞാവ മോളെ ചാച്ചനെവിടെ? പാത്തു ചാച്ചനെവിടെ? ചാച്ചൻ വന്നല്ലോ. ഈ മരങ്ങാണ്ടി കൈപ്പാണോ വിടൂ? ക്യാമറയുടെ കുണ്ടിയൊന്ന് മാറ്റൂ. അതെ, തുടരുത്. നോക്കൂ എല്ലാരും ഉണ്ടോന്ന്. ലൂക്ക മിണ്ടാണ്ടിരുന്നോ നീ? എല്ലാരും ഉണ്ട്. അപ്പ പെട്ടെന്ന് വരുമ്പോ ഉണ്ടല്ലോ. ലൂക്കായി കൊടുക്കണേ. പോകുന്നത് നീ തിന്നരുത്. അരക്ക് തുടയ്ക്കാൻ ഒരു പട്ടിയെ നീ തുറന്നു വിടണ്ട. നീ അരക്ക് തുടയ്ക്കാൻ സുലഭം ചകിരി മേടിച്ചോണ്ടോ? തേങ്ങ നീ ഇനി തേങ്ങ പൊതിച്ച് ചകിരി കൊണ്ട് എടാ പറയുന്ന ചെയ്യടാ. കാത്തിരിക്കുവായിരുന്നു. നടത്തിത്തരുന്നത് ഒരു വീഡിയോ എടുക്കാം. എല്ലാവരും ഉണ്ടോയെന്ന് പറയണേ.
പക്ഷേ നീ വർത്താനം പറയണം. എല്ലാരും ഉണ്ട്. ഉണ്ടോ? സൂര്യമ്മയോട് 2 ചോദ്യം ചോദിക്കും. എന്തൊരു പാവം. ചക്ക തിന്നു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ മിണ്ടത്തുള്ളൂ. ചക്ക കണ്ടാൽ പിന്നെ അങ്ങനെ എനിക്കൊന്നുമില്ല പറയാൻ. നിനക്കൊരു ഉടുപ്പില്ലല്ലോ എന്നുള്ളൊരു സങ്കടമേ ഉള്ളൂ. ആ ബോഡി എന്താ മസില്. അല്ല എടാ നിവർത്തില്ലടാ. ഇല്ല ഒടിഞ്ഞു പോടാ നീ. തരാടാ. ലൂക്കസ് സാറിനെ ഞങ്ങൾ ഇതിനകത്ത് അടച്ചു. ലുക്കച്ച് എന്താ എന്നെ വെറുതെ വന്നിരുന്ന് വഴക്കുണ്ടാക്കും. അവന് പല സംശയങ്ങളും. അപ്പടെ വയറ്റി കുഞ്ഞുണ്ടോ, അപ്പടെ വയറ്റി മുട്ടയുണ്ടോ, എന്തൊക്കെ പ്രശ്നങ്ങളോ അവന്. അതുപോലെ അവൻ്റെ പുതിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ ഡാൻസ് കളിക്കണമെന്ന്. ഞാൻ ഡാൻസ് കളിക്കുന്ന വീഡിയോ എടുക്കണം. അവനത് ഡാൻസിൻ്റെ റീല് കാണുമ്പോൾ അവൻ്റെ ആഗ്രഹം ഞാൻ ഡാൻസ് കളിക്കണമെന്ന്. എവന് വേണ്ടി അതൊക്കെ ഇനി പൊടി തട്ടിയെടുക്കേണ്ടി വരും. ആരാ പറഞ്ഞു ഡാൻസ് കളിക്കണമെന്ന്? അച്ഛൻ എന്തോ പറയുന്ന കേട്ടെ? എടാ കൊള്ള മറോടാ കിടക്കുന്നേ. കയറി നീല കയറി. ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഈയിടെ ഈ പുതിയ പരിപാടി, ഈ സ്നേഹപ്രകടനം. ചേച്ചി വിളിക്കുന്നു ചെല്ല. ചവിട്ടി പൊതുക്കി. ഒരാൾ പിണങ്ങി കിടക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. കൈയും കെട്ടി കിടക്കുക. ആരും അറിഞ്ഞില്ല പിണങ്ങി കിടക്കുമെന്ന്. നീ പിണങ്ങിയതല്ല. നീ എന്തിനാ ചോദിക്കുന്നേ? എന്തിനാ പിണങ്ങിയക്കളെ? എന്റെ പൊന്നെന്തിനാ പിണങ്ങി? ആരാ വഴക്കുണ്ടാക്കിയേ? അച്ചാച്ചിയോ? എന്തിനാ മോനെ അച്ചാച്ചി വഴക്കുണ്ടാക്കിയേ? എന്തോ തരാഞ്ഞേ? എന്റെ മോന് പറങ്ങാണ്ടി തന്നില്ലേ അച്ചാച്ചി? എന്തോ ചെയ്യാനല്ലേ മോന്. ഒരു കാര്യം, ഈ വിഷമം തീരാൻ നമുക്കൊരു ABCD 5-6 തവണ എഴുതിയാലോ? ഇതതിന് ABCD അല്ല. ഈ D വരെ മാത്രമേ എപ്പോഴും എഴുതുള്ളൂ. എന്തോ കിടു എന്തോ ഒറ്റക്കാലെ ചാരി നിൽക്കുന്നോ? മഴ പെയ്യാൻ പ്രാർത്ഥിക്കുന്നേ. കൈ പൊക്കി പിടിക്കണം. അങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ ഋഷ്യശൃംഗൻ ഫ്രം മീഷോ. മഴ തന്നെ മഴ പെയ്യുന്നുണ്ട്. പ്രാർത്ഥിച്ചോണ്ടാന്ന് തോന്നുന്നു. പെയ്യുന്നുണ്ട്. എങ്ങോട്ടാ? ഒരു പടം മൊത്തം ഉണ്ട്. പാറുന്ന ബാ ഇറങ്ങി വാ. പാലോട് ബാ പാറു. എന്നെ ആ വന്നല്ലോ. ദേ പാത്തു വന്ന് എടുത്തോണ്ട് വന്നു നിന്റെ പിള്ളേരെ. അങ്ങോട്ട് ഇറങ്ങി വാ. കാടി എടുത്തോണ്ട് വന്ന ഈ പിള്ളേർ സമ്മതിക്കുന്നില്ല. പാത്തുവാണ് അമ്മ. പാത്തുവിന് പാലില്ല. ഇതോ പാറു. പാത്തു മാറ. പാത്തു പൊടി ഇറങ്ങി. എവിടേക്ക് ബാ. പാല് കുടിച്ചോ. ഇനി ബാ പാത്തു. എൻ്റെ പൊന്നുമോള് വന്നു. നമുക്ക് പ്രസവിക്കാം, പിന്നെ പ്രസവിക്കാം. അവർ പോട്ടെ. മുറിക്കാത്ത കയറി പിള്ളാരെ. എൻ്റെ പൊന്നുമോൾക്ക് എന്തിനാ പെന്നെ പിള്ളേരെ? അവർ വേണ്ട കേട്ടോ. നിൻ്റെ പാൽ കുടിക്കാൻ വന്ന. നിനക്ക് വേണമെങ്കിൽ വിളിച്ചോണ്ടകത്ത് കൊണ്ടുപോകും. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ഞാൻ വീഡിയോയൊക്കെ എടുത്ത് പിള്ളേരെ കളിപ്പിച്ച് എല്ലാവരും പാലും ഒക്കെ കുടിച്ചിട്ട് ഇപ്പോൾ ഞാൻ താഴെ പോയിട്ട് പുല്ലരിയാൻ വന്നിട്ട് ഇവള് തള്ളപ്പെട്ടി ഇവിടെ കിടക്കുന്നു. പക്ഷേ എൻ്റെ അടുത്തോട്ട് ഓടി വരുന്നില്ല. അല്ലേ ഓടി പറന്ന് വരുന്നത് അടുത്തോട്ട്.
നോക്കിയപ്പോൾ ഒരു കുഞ്ഞ് മരിച്ച്. അതിനെ നക്കി 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 ഇവൾ എന്ത് ചെയ്ത് ഇവിടുന്ന് പോകുന്നില്ല. ഞാൻ തീറ്റ കൊണ്ട് കൊടുത്തു, എല്ലാ സാധനവും കൊടുത്തു നോക്കി, ഒന്ന് മാറുമെന്നറിയാൻ. അല്ല വേറെ പട്ടി ചിന്നുമൊക്കെ വന്നാൽ ഓടിക്കുന്ന ചിന്നുമൊക്കെ വന്നു കഴിഞ്ഞാൽ. ചിന്നുവിനെ ഒന്നും ഓടിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നുണ്ട്. പക്ഷേ കുഞ്ഞിനെ ഇട്ടേച്ച് പോകുന്നില്ല. നോക്ക് മക്കളെ. പാറുങ്ങി വന്നേ, പാറുവാ. കുഞ്ഞാവ ഉണ്ടായിരുന്ന ധൈര്യം ഇട്ടിട്ട് മോനെ ഈച്ച വന്നിരിക്കുന്നു പഴണിയിട്ട്. പാറുവേ. ഓ ഇതിനെ നക്കി കൊടുക്കുന്ന കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. പാറു പിന്നെ ബാ, മക്കളിഞ്ഞു വന്നേ, ബാ. എൻ്റെ പാറുങ്ങി വന്നിട്ട് വന്നേ, ബാ. എന്നാ ഓടി ഓടി വാ. ദേണ്ട ഇല്ല, നിൻ്റെ കുഞ്ഞിനെ ഇപ്പോൾ ചിന്നുവിനെ ഞാൻ കൊടുക്കും. ഇതിനെ എങ്ങനെയല്ലേ എണീപ്പിച്ചാലും അതിനെടുത്തൊന്ന് കുഴിച്ചിടാൻ പറ്റും. ഇതെന്തോ പറ്റിയ വല്ല കടിച്ചതാണോ എന്ന് അറിയണേ. ഒന്ന് എടുത്തു നോക്കാം, ഇവളൊന്ന് സമ്മതിക്കണ്ടേ. കുഞ്ഞാവ ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, എടുത്ത് നോക്കിയേനെ. എനിക്കെന്തോ ഒരു പേടി. എന്തോ എന്ത് പറഞ്ഞാൽ ഇവിടെ ഒന്ന് മാറ്റുന്നേ. എല്ലാവരും ഇങ്ങനെ ഇറങ്ങി വാ, എല്ലാവരും ഇറങ്ങി വാ. ബാ ഇറങ്ങി വാ, ഇറങ്ങി വാ, ഇറങ്ങി വാ, ഇറങ്ങി വാ, വാ. ചിന്നു വന്നേ. ചിലപ്പോൾ മക്കളെല്ലാം ഇറങ്ങി വരുമ്പോഴേ അവളും ഇറങ്ങി വരും. പാറൂതേ നിൻ്റെ പിള്ളേര്. പാറൂട്ടി ഇനി വാ. ഇതെന്തോ നീ കടിച്ചെടുത്തോണ്ട് വെച്ചേക്കുന്നത് ഇവിടെ മക്കളെ. പാറു എന്നിട്ട് വാ. ഇപ്പം കുറേ നേരമായി, ഇത് കുറേ നേരമായി. പാറു, പാറുവേ മോളെ. മുറ്റത്തായിരുന്നു കളിക്കുമായിരുന്നു, എന്നിട്ട് കടിച്ചെടുത്തോണ്ട് വന്നാന്ന് തോന്നുന്നു. പാവത്തിൻ്റെ മനസ്സിലിപ്പോൾ എന്തുമായിരിക്കും, എന്ത് വേദനയായിരിക്കും അല്ലേ. അവൾക്ക് അറിയാമായിരിക്കുമോ മരിച്ചെന്നുള്ളത്. എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി കെട്ടിപ്പിടിച്ച് വെച്ചേക്കുന്ന നോക്കിയേ. മോനെ പാറു എന്തോ കടിച്ചതാണ് എനിക്ക് തോന്നുന്നത്. അല്ലേ ഇത്രയും നേരം ഓടി നടന്ന കൂട്ടത്തിൽ ഇച്ചിരി വലിപ്പമുള്ള കുഞ്ഞായിരുന്നു. നല്ല ആക്റ്റീവായിട്ട് ഓടി നടന്നതാ. പാറുവേ മോനെ ബാ, താഴ്ത്തു വാ, ബാ. മക്കളിങ്ങി വന്നേ, എൻ്റെ പൊന്നുമോളിങ്ങി വന്നേ. ഞാൻ എടുക്കാതിരിക്കാൻ കെട്ടിപ്പിടിച്ച് വെച്ചേക്ക്, കൈ എടുത്ത് പുറത്തും വെച്ച്. മോളെ എണ്ണീറ്റ് പാറു എണ്ണീറ്റേ. ദേ വടി എണ്ണീക്ക്, 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 എണ്ണീറ്റേ. ഞാൻ വടി എടുക്കും കേട്ടോ. ഇനി ഞാൻ വടി എടുക്കണോ? അടി വേണോ? പാറുവിന് അടി വേണോ? അടി അടി. മോളെ പൊന്നുമോളെ കുഞ്ഞെ എണ്ണീര് അമ്മൻ്റെ കുഞ്ഞല്ലേ, പൊന്നല്ലേ. എണ്ണീക്ക് വാ, വാ വാ. കണ്ട് മോടെ കുഞ്ഞ ബാ. മക്കളെ സാരമില്ല, എണ്ണീറ്റ് വന്നേ, ബാ. ബലം പിടിക്കല്ലേ, വാ. ബാക്കിയുള്ളവരെല്ലാം കണ്ടുകൊണ്ട് വന്നിരിക്കുക. ഇവരപ്പുറത്തായിരുന്നു കിടന്നുകൊണ്ടിരുന്നത് ചാക്കയിൽ. തള്ള കൊണ്ട് ഇവിടെ വച്ചേക്കുന്നത് കൊണ്ടെല്ലാം ഇനി തൊഴുത്തി കയറി വന്ന ഈച്ചനെ കൊന്നു കൊടുക്കുക. ഇടിയും കിട്ടുന്നില്ലല്ലോ. കാര്യമില്ല, പോട്ടെ. കരയല്ലേ. കരയണ്ട മോട കുഞ്ഞ. ആരമില്ല, പോട്ടെ. അമ്മ കൊണ്ടുപോയിട്ട് ഇപ്പോൾ വരാം. പോട്ടെന്നാ മതി, ഒരു മൂട്ടില്ലേ, മതി കേട്ടോ. അമ്മ കൊണ്ടുപോകണേ, കൂടെ വരണ്ട. ഞാനതിനെ കൊണ്ട് കുഴിച്ചിട്ടു. പക്ഷേ അവളവിടെ കിടന്ന് ഭയങ്കര കരച്ചിൽ. ഇവിടെ വരും, കരയും താഴോട്ടോടും, പിന്നെ ഇങ്ങോട്ട് വരും, കരയും താഴോട്ടോടും. ഇത് തന്നെ പരിപാടി അവൾ.